നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കളിക്കുന്ന എല്ലാ കോമ്പറ്റീഷനുകളിലും കിരീടം നേടുക, അതാണ് ബ്ലാസ്റ്റേഴ്സിന് ഇത്തവണത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അത് ഡ്യൂറൻ കപ്പിൽ തന്നെ വ്യക്തമാണ്. ഇത്തവണ ഫുൾ സ്ട്രെങ്ത് സ്ക്വാഡും കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നു. നേരത്തെ നമ്മൾ പലവട്ടം കണ്ടിട്ടുണ്ട്, ISL ഒഴികെയുള്ള കോമ്പറ്റീഷനുകളിൽ ബ്ലാസ്റ്റേഴ്സ് അത്ര പ്രാധാന്യത്തോടു കൂടി ടീമിനെ ഇറക്കാറില്ല. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ വ്യക്തമാണ്. മിക്കായൽ സ്റ്റെഹ്റെ ശക്തമായിട്ടുള്ള സ്ക്വാഡും കൊണ്ട് തന്നെയാണ് ഡ്യൂറൻ കപ്പ് കളിക്കുന്നത്. അതായത് എല്ലാ കോമ്പറ്റീഷനുകളിലും കിരീടം, അതിലേക്ക് ബ്ലാസ്റ്റേഴ്സിന് എത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരം കോമെ പെപ്ര അത് പറയുന്നു. കളിക്കുന്ന എല്ലാ കോമ്പറ്റീഷനുകളിലും കിരീടം ഗ്രാബ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഇറങ്ങുന്നത് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. അദ്ദേഹം പറയുന്നു, ഈ സീസണിൽ നമ്മൾ മുന്നോട്ട് നോക്കുന്നത് എല്ലാ കിരീടങ്ങളും, കളിക്കുന്ന എല്ലാ കിരീടങ്ങളിലും എല്ലാ കോമ്പറ്റീഷനുകളിലും കിരീടം നേടുക എന്നത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഫഷണൽ പ്ലെയർ എന്ന നിലയിൽ ഏത് സിസ്റ്റത്തോടും അഡാപ്റ്റഡ് ആവാൻ ഞാൻ തയ്യാറാണ്. കാരണം ഞാനിപ്പോൾ ഇവിടെ കഴിഞ്ഞ സീസണിൽ എത്തിയത് മുതൽ ആര് വന്നു ആര് പോയി എന്നുള്ളതൊന്നും വിഷയമല്ല. നമ്മൾ ഒറ്റ ജേഴ്സിയിൽ കളിക്കുമ്പോൾ ഒരു ബിഗ് ഫാമിലി എന്ന രൂപത്തിലാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ കോമെ പെപ്ര പറയുന്നത്. തീർച്ചയായിട്ടും അതങ്ങനെയാണ്. പ്രൊഫഷണൽ ഫുട്ബോളിൽ താരങ്ങൾ വരും പോകും, കോച്ചുമാർ വരും പോകും. ഇപ്പോൾ ഇവാൻ വുക്കുമനോവിച്ച് ചില സീസണുകളിൽ ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിച്ചിട്ട് അദ്ദേഹം പോയി, പുതിയ കോച്ച് വരുന്നു. അത് സ്വാഭാവികമാണ്. ആ സിസ്റ്റത്തോട് അഡാപ്റ്റഡ് ആവുക എന്നുള്ളതാണ് ഒരു പ്രൊഫഷണൽ പ്ലെയർക്ക് ചെയ്യാനുള്ളത്. അതിന് തയ്യാറാണ് താൻ എന്ന കോമെ പെപ്രയും പറയുന്നു. എന്തായാലും ഇത്തവണ കിരീടങ്ങൾ ലക്ഷ്യം വെച്ച് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് പോകുന്നത്. ഡ്യൂറൻ കപ്പിൽ അതിന് സാധിക്കുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.